ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു പ്രൊഡക്റ്റ് പാക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ബിഗിനേഴ്സിന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ മെറ്റീരിയൽസൊക്കെ എങ്ങനെ കിട്ടും എന്നുള്ളതും കൂടി ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാം, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റിൽ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ബോക്സാണ് കേട്ടോ. ഇത് കൊറിയർ ബോക്സ് പോലെയാണ് കാണാൻ. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ യൂസ് എന്ന് പറയുന്നത് ഇത് പിസ്സ ബോക്സ് ആണ് കേട്ടോ. പക്ഷേ എങ്കിൽ നമുക്കിത് പല സൈസിലും ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന എവിടെ നിന്ന് വാങ്ങുന്ന ഡീറ്റെയിൽസൊക്കെ പറയും കേട്ടോ, ഓരോ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്ക് ഇതേപോലെ മടക്കി എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു പേപ്പറിൽ ചുരുട്ടി കൊടുക്കുന്നതിന് പകരമായിട്ടൊരു ബോക്സൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബബിൾ റാപ്പാണ്. ഈ ബബിൾ റാപ്പിന് കോസ്റ്റ് വന്നിട്ടുള്ളത് 300 സംതിങ് വരുന്നുള്ളൂ. പക്ഷേ ഒത്തിരി അധികം നമുക്കിത് കിട്ടും. കണ്ടോ, ഇതുപോലെ നമുക്ക് ബബിൾസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ഫ്രെയിം ചെയ്യാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ പാക്കിംഗ് ഒക്കെ ചെയ്യാനും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പം ഞാനിതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ പാക്ക് ചെയ്യുന്നത് ബോട്ടിൽസ്, ഇങ്ക്, കലം അങ്ങനെയുള്ള മെറ്റീരിയൽസാണ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു മെറ്റീരിയലിൻ്റെ സൈസ് ഒന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് ആ ഒരു സൈസിലുള്ള ബോക്സ് വേണം കേട്ടോ ഓർഡർ ചെയ്യാൻ. ഇത് ഞാൻ ബോക്സ് വാങ്ങിയിട്ടുള്ള ആമസോണിൽ നിന്നാണ്. അത് ഒരെണ്ണത്തിന് കോസ്റ്റ് വരിക ഏകദേശം 10 രൂപ കോസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ബബിൾ റാപ്പിൽ ഇതൊന്ന് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിൽ എല്ലാ മെറ്റീരിയൽസും വെച്ച് കാണിക്കണില്ല, കാരണം ഈ ഒരു വെറുതെ ടൈം പോകുന്നില്ലല്ലോ. ഞാൻ എന്തൊക്കെ മെറ്റീരിയൽസാണ് എനിക്ക് ഈ ബോക്സിൽ വെക്കാനുള്ളത്, അതായത് കൂടുതലും കാലിഗ്രാഫി കിറ്റും ഇങ്ക് സെറ്റും ആയിരിക്കും വെക്കണത്. അപ്പോൾ ആ മെറ്റീരിയൽസ് ഇതിൽ ബബിൾ റാപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് ഇതേപോലെ 4 സൈഡൊക്കെ നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കും കേട്ടോ. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് മെറ്റീരിയലാണോ നമ്മൾ സെൻഡ് ചെയ്യണത് ആ മെറ്റീരിയലിന് പറ്റിയിട്ടുള്ള പാക്കിംഗ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു ഫ്രെയിം ആണെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല പാക്ക് ചെയ്യണത്. ഫ്രെയിം പാക്ക് ചെയ്യണ വേറെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ക്ലോത്തിങ് ബിസിനസ് ആണെങ്കിൽ, ഒരു ക്ലോത്താണ് നമ്മൾ സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ബോക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു പോളിത്തീൻ കവറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഈ ഒരു കൊറിയർ കവറും കൂടെ ചെയ്താൽ മതി. സിമ്പിളാണ്. ഓരോ മെറ്റീരിയൽസ് അനുസരിച്ചുള്ള പാക്കിങ് എപ്പോഴും ശ്രദ്ധിക്കട്ടോ ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ പാക്കിങ് മാക്സിമം അടിപൊളിയാക്കാൻ നോക്കാം. പിന്നെ ഈ ഒരു കവർ, അതായത് കൊറിയർ കവറാണ്. അതായത് ഇതിൻ്റെ കറക്റ്റ് പേരറിയില്ല, ഞാൻ ജസ്റ്റ് കൊറിയർ കവറൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആമസോണിൽ വരും. ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇതിനും പല സൈസ് ഉണ്ട്. നിങ്ങളുടെ മെറ്റീരിയൽ എന്താണോ, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് കറക്റ്റ് സൈസിലെടുക്കുക. ഓവർ സൈസ് ആണെന്ന് കാണാൻ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് അഡ്രസ്സ് ഇട്ടിട്ട് ഒട്ടിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ കവറ് ചെയ്യാനുള്ളൊരു ഒട്ടിക്കണ സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താവില്ല, നമ്മുടെ അഡ്രസ്സ് എഴുതിയതും ഒന്നും ഡാമേജ് ആവത്തില്ല. ആ ഒരു കൊറിയർ കവറിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. അഡ്രസ്സ് ഇടാനുള്ള സ്ഥലം ഇല്ലാത്തത് വരുന്നുണ്ട്, ഉള്ളത് വരുന്നുണ്ട്. അപ്പോൾ അഡ്രസ്സ് ഇടാനുള്ള സ്പേസ് ഉള്ളത് മാത്രം വാങ്ങിക്കട്ടോ. ഇനി അടുത്തത് എൻ്റെ ഒരു അഡ്രസ്സിൻ്റെ സ്റ്റാമ്പാണ്. ഇത് ഞാൻ ഇവിടുന്ന് ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ അഡ്രസ്സ് സ്റ്റാമ്പ് അവർ ചെയ്തു തരും, നിങ്ങളത് അന്വേഷിച്ചാൽ മതി. പിന്നെ ഇവിടെ നമ്മൾ അഡ്രസ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ അഡ്രസ്സ്, ഫ്രം അഡ്രസ്സ് അത് വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോട്ടോ. അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഫ്രം അഡ്രസ്സ്, റൈറ്റ് സൈഡിൽ ടു അഡ്രസ്സ്. അതാണ് അതിൻ്റെ ഒരു ഫോമാണ് കേട്ടോ. അത് അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. അതിൽ നമ്മൾ പേര്, വീട്ടുപേര്, പിൻകോഡ്, പോസ്റ്റ് ഓഫീസ്, ടൗണ്, അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, മൊബൈൽ നമ്പർ. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു അഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ
അവരെ കസ്റ്റമറുടെ അടുത്ത് കൃത്യമായിട്ട് പറയണം, ഡയറക്റ്റ് വിളിച്ചാൽ കിട്ടണ നമ്പർ വേണം നിങ്ങൾ തരാനെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പലരും നെറ്റ് മാത്രം യൂസ് ചെയ്യുന്നവരാണ് കൂടുതലും. അപ്പം എനിക്ക് തോന്നുന്നത് എനിക്ക് ഇവിടുത്തെ കൃത്യമായിട്ട് അറിയില്ല എങ്കിലും പറയാണ്, ഇങ്ങനെ ചിലത് ഇൻകമിങ് കോളൊന്നും കിട്ടുന്നില്ല, ഇതിൽ ഇൻകമിങ് കോൾ സർവീസ് ഇല്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അവരുടെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, ഡയറക്റ്റ് വിളിക്കണം, വിളിച്ചാൽ കിട്ടുന്ന നമ്പറായിരിക്കണം തരേണ്ടത്, വാട്സപ്പ് നമ്പറൊന്നും തന്നിട്ട് കാര്യമില്ല. കാരണം ഇത് നമ്മൾ ഏത് സർവീസിലാണ് അയക്കുന്നതെങ്കിലും അവർ കൂടുതലും എന്താക്കില്ല, വാട്സപ്പിലൊന്നും വിളിക്കൂല, ജസ്റ്റ് ഡയറക്റ്റ് കോൾ ചെയ്ത് നോക്കും. എന്നിട്ട് കിട്ടണില്ലെങ്കിൽ അത് എന്ത് ചെയ്യും, റീബുക്ക് ചെയ്യും, അതായത് നമുക്ക് തിരിച്ചയക്കും, അവർ റിട്ടേൺ അയക്കും. അപ്പോൾ എന്താവില്ല, നമ്മൾ വീണ്ടും അവർക്കത് പെട്ടെന്ന് അവർ വിചാരിച്ച ടൈമിൽ കയ്യിൽ കിട്ടില്ല. അതുപോലെ റിട്ടേൺ അയച്ചു കഴിഞ്ഞാൽ വീണ്ടും സെൻഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഷിപ്പിംഗ് ചാർജൊക്കെ വേണം. ഇപ്പം നമ്മൾ വളരെ നീറ്റിൽ വളരെ ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പാക്കിങ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം പലർക്കും എന്താ അറിയില്ല, വളരെ സിമ്പിളായിട്ട് പാക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും കോംപ്ലിക്കേഷൻ ആയിട്ടൊക്കെ പാക്കിംഗ് ഒക്കെ ചെയ്ത് കാണലുണ്ട് ഓരോ സംഭവമൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും നല്ല നീറ്റിൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് വളരെ സെക്യൂറായിട്ട് അയക്കാൻ പറ്റുന്നൊരു കവറ് പാക്കിംഗ് ഒക്കെയാണ്. ഇനി നമുക്കുള്ളത് DTDC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, കൊറിയർ സർവീസൊക്കെയാണ്. അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയട്ടോ. കുറേ പേര് പറയുകയാണെങ്കിൽ ഞാൻ എന്തായിട്ടും വീഡിയോ ചെയ്യും ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, എൻ്റെ കോണ്ടാക്റ്റ് നമ്പറും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്മോൾ ബിസിനസ്സിന് നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണമെന്നും അതിൻ്റെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷുവറായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ മെറ്റീരിയൽസ് വേണമെങ്കിലും അതുപോലെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലൊക്കെ ആ ഒരു സെയിം നമ്പറിൽ വിളിച്ചിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.